കുളിച്ചൊരുങ്ങിയ മുണ്ടക്കയം കുമളി വഴിയാണ് RTRന്റെ പുതിയ യാത്ര. മഞ്ഞുമൂടിയ റോഡുകൾ, നീർച്ചോലകൾ, വെള്ളച്ചാട്ടങ്ങൾ, കാറ്റ്, കാഴ്ചകളുടെ വസന്തമാണ് വഴി നീളെ. പീരുമേട്, പാമ്പനാർ കഴിഞ്ഞാൽ വഴിയരികിൽ ഒരു അത്ഭുത ദേവാലയമുണ്ട്. പട്ടുമല മാതാവിൻ്റെ അനുഗ്രഹമല. ഈ യാത്ര അമ്മയുടെ വിശേഷങ്ങൾ തേടിയാണ്. എങ്ങനെയുണ്ട് വെച്ചാൽ അവിടെ പാമ്പനാറിൽ കാലാവസ്ഥയും കാര്യങ്ങളും? പാമ്പനാർ ഏതൊക്കെയായാലും നിങ്ങൾ വന്ന നല്ല കാലാവസ്ഥയിലാണ്. മഴയും തണുപ്പും കാറ്റും മഞ്ഞും ഒക്കെ കാണാനും അനുഭവിക്കാനും ഒക്കെ സാധിച്ചു. തീർച്ചയായിട്ടും നമ്മൾ ഒത്തിരിയേറെ പേര് പ്രതിസന്ധിയിൽ രൂക്ഷമായ പ്രളയത്തിൻ്റെ പേടിയിലാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്. അച്ഛാ, ഞങ്ങൾ വന്നത് ഇവിടെ പട്ടുമല മാതാവിനെ പള്ളിയിലേക്കും അവിടുത്തെ കാര്യങ്ങളും ഒക്കെ ഒരു പ്രോഗ്രാമായിട്ടാണ്. പട്ടുമല മാതാവും അവിടുത്തെ പള്ളിയുമായിട്ട് അച്ഛന് വ്യക്തിപരമായ ബന്ധം എങ്ങനെ എന്തെങ്കിലും? പാമ്പനാർ തിരുഹൃദയ ദേവാലയത്തോടനുബന്ധിച്ച് പ്രവർത്തിക്കുന്ന പട്ടുമല ഫ്രാൻസിസ്കൻ ബ്രദേഴ്സിൻ്റെ ആശ്രമ ദേവാലയമാണ് വിജയപുരം രൂപതയിൽ. ഞാൻ കുട്ടിക്കാനം ജനിച്ചതും വളർന്നതുമെല്ലാം പീരുമേട്ടിലാണ്. അപ്പോൾ കുഞ്ഞുനാൾ മുതൽ പട്ടുമലയിലെ ശനിയാഴ്ചയിലെ നൊവേനയിൽ പങ്കെടുക്കാനൊക്കെയുള്ള ഒരു അനുഗ്രഹം ലഭിച്ചിട്ടുണ്ട്. അന്ന് മുതൽ തന്നെ ഒത്തിരി ആളുകൾ, പ്രത്യേകിച്ച് ശനിയാഴ്ചകളിൽ, ആദ്യ ശനിയാഴ്ചകളിൽ ഒക്കെ വന്ന് പങ്കെടുക്കുകയും പ്രാർത്ഥിക്കുകയും മാതാവിൻ്റെ ഒത്തിരി അനുഗ്രഹം സ്വീകരിക്കുന്നതായിട്ടൊക്കെ അറിവുള്ളതാണ്. ആദ്യ കാലഘട്ടങ്ങളിൽ ആത്മീയമായിട്ടുള്ള ആളുകൾക്ക് വിശ്വാസം പകർന്നു കൊടുക്കുവാനായിട്ടൊക്കെയുള്ള ഒത്തിരി ഉദ്യമങ്ങൾ അവിടെ നിന്നുണ്ടായിട്ടുണ്ട്. പിന്നീട് 80 കാലഘട്ടത്തോടു കൂടിയാണ് ഒരു ദേവാലയം അനേകങ്ങൾക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് അഭിമന്യ പീറ്റർ തുരുത്തിക്കോണം പിതാവിൻ്റെ കാലഘട്ടത്തിൽ അവിടെ സ്ഥാപിതമാകുന്നതും ബഹുമാനപ്പെട്ട ബ്രദേഴ്സിൻ്റെ നേതൃത്വത്തിൽ ആത്മീയ കാര്യങ്ങളൊക്കെ നടത്തുവാനായിട്ട് കൂടുതൽ മുന്നോട്ട് വന്നതും. അപ്പോൾ ഈ ദേശത്തെ ആത്മീയ മുന്നേറ്റത്തിൻ്റെ വലിയൊരു ഉണർവിൻ്റെ ഉറവിടമായിട്ട് നമുക്ക് പട്ടുമല മാതാവിൻ്റെ ദേവാലയത്തെ കാണാൻ സാധിക്കും. അനേകം പേര് തീർത്ഥാടകരും ഒക്കെ വന്ന് പ്രാർത്ഥിക്കുവാനും ഒത്തിരി അനുഗ്രഹവും സ്വീകരിക്കുവാനും ഒക്കെ അത് അവസരമായിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് പട്ടുമല മാതാവിൻ്റെ പള്ളി എന്നത് ഈ ദേശക്കാർക്ക് മാത്രമല്ല, എല്ലാവർക്കും പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. ഒരുപാട് അനുഭവങ്ങളും സാക്ഷ്യങ്ങളും കുറേ അത്ഭുതങ്ങളും നടക്കുന്നൊരു പള്ളിയെന്ന് പറഞ്ഞു. അതൊരു അച്ഛൻ്റെ നാടും ഇവിടെ അടുത്താന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ കാലഘട്ടത്തിൽ ഒരുപാട് പ്രാവശ്യം ഇവിടെ വരികയും ഒരു വ്യക്തിപരമായ ബന്ധമുണ്ട്. തീർച്ചയായിട്ടും ഞാൻ കുഞ്ഞുനാളിൽ എനിക്ക് തോന്നുന്നു ഒരു 7ാം ക്ലാസ് പഠിക്കുമ്പോൾ തൊട്ടൊക്കെ ശനിയാഴ്ചയിലെ നൊവേനയിൽ പങ്കെടുക്കാനൊക്കെ വരുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഉണ്ടായ ഒരു ചെറിയ സംഭവമുണ്ട്. ഇപ്പോൾ കാരണം വണ്ടിക്കൂലി നമ്മളെപ്പോഴും വീട്ടിൽ ചോദിക്കണമല്ലോ. അപ്പോൾ ഞാൻ 10-12 വയസ്സുള്ള ആൾ എല്ലാ ആഴ്ചയിലും നൊവേന പോയി കൂടേണ്ട കാര്യമൊന്നും ഇല്ലെന്ന് സ്വാഭാവികമായിട്ട് ചിന്തിക്കുമ്പം വീട്ടുകാർക്കും അറിയാം. അപ്പോൾ ഞാനിങ്ങനെ ഒരു ദിവസം വണ്ടിക്കൂലി ചോദിക്കാൻ ഒരു മടി കാരണം ഇങ്ങനെ വീടിനകത്തൂടെ മുറിക്കകത്തൂടെയൊക്കെ ഇങ്ങനെ ചുറ്റി നടക്കുകയാണ്. അപ്പോൾ ഞാൻ മനസ്സിലോർത്തൊരു അന്ന് 70 പൈസ കണ്ടാണ് വണ്ടിക്കൂലി. അവിടുന്ന് പള്ളി വരെ വരണമെങ്കിൽ 70 പൈസയാണ്. അപ്പം 2 രൂപ കിട്ടുകയാണെങ്കിൽ പോയിട്ട് വരായിരുന്നല്ലോ എന്നൊക്കെ ഓർത്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ പോക്കറ്റിൽ പാൻസിൻ്റെ പഴയ പാൻറ്റൊക്കെയാണ്, പാൻസിൻ്റെ പോക്കറ്റ് കൈയിട്ട് നോക്കിയപ്പം ഒരു പണ്ടത്തെ 2 രൂപയുടെ ഒരു നോട്ട് ഇങ്ങനെ തേച്ച് മടക്കി അതുപോലെ കിട്ടിയതായിട്ട് ഓർക്കുന്നുണ്ട്. അതെന്നെ സംബന്ധിച്ച് ഇന്നും ഞാനത് വലിയ അത്ഭുതകരമായൊരു സംഭവമായിട്ടാണ് പറയുന്നത്. അപ്പം ഇന്നിത് ചിന്തിച്ച് നോക്കുമ്പോൾ വളരെ ലളിതമായ കാര്യമാണെങ്കിൽ അന്നത്തെ ദിവസത്തെ സംബന്ധിച്ച് അത് വലിയ പ്രാധാന്യമുള്ള, എന്നെ സംബന്ധിച്ച് വളരെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു കാര്യമായിട്ട് അന്ന് എനിക്കത് അനുഭവപ്പെടുകയുണ്ടായി. ഞാൻ പല പ്രാവശ്യം പള്ളിയിൽ കുർബാനയിലെ പ്രസംഗത്തിലൊക്കെ അത് പറയാറുണ്ട്. ഇതുപോലെ മനുഷ്യർക്ക് ഓരോ കാര്യങ്ങൾക്ക് ആവശ്യമായ രീതിയിൽ ഒത്തിരി സഹായവും സംരക്ഷണവും ഒക്കെ പരിശുദ്ധ പട്ടുമല മാതാവിൻ്റെ അവിടെ പ്രാർത്ഥിച്ചതിലൂടെ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒത്തിരി അനേകം പേര് അതിന് സാക്ഷികളാണ്, അനുഭവസ്ഥരാണ്. അതുകൊണ്ടാണ് ഒത്തിരിയേറെ പേര് വന്ന് പ്രാർത്ഥിക്കാനായിട്ട് മനസ്സ് കാണിക്കുന്നത് എന്ന് ഞാൻ കരുതുന്നു. ഈ ഒരു പട്ടുമല മാതാവിൻ്റെ പള്ളി തുടങ്ങാനുള്ള കാലഘട്ടത്തെ പറ്റി എൻ്റെ ഓർമ്മയാണ് 1970 കാലഘട്ടങ്ങളിലാണ് ഈ പട്ടുമലയിൽ മിഷണറി കോൺഗ്രിഗേഷൻ ഓഫ് ദി മിഷണറി ബ്രദേഴ്സ് ഓഫ് സെൻറ്റ് ഫ്രാൻസിസ്കൻ ബ്രദേഴ്സ് കടന്നു വരുന്നത്.
വരാപ്പുഴ പുണ്യപുരാതനമായ വരാപ്പുഴ അതിരൂപതയുടെ മിഷൻ പ്രദേശമാണ് ഹൈറേഞ്ച്. 1930 വിജയപുരം രൂപത സ്ഥാപിതമായി. അപ്പം അന്ന് തൊട്ട് വിദേശ മിഷണറിമാർ, പ്രത്യേകിച്ച് സ്പാനിഷ് കർമ്മലിത്ത മിഷണറിമാരുടെ പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ വലിയ അടയാളമാണ് ഹൈറേഞ്ച് മേഖല, മൂന്നാർ, പീരുമേട് മേഖലകളെല്ലാം. അപ്പോൾ ആദ്യകാല ദേവാലയങ്ങളെല്ലാം ഇപ്പോൾ ഏകദേശം 100 വർഷത്തോളം അടുക്കുന്ന ഒത്തിരി ദേവാലയങ്ങളുണ്ട്. ഇവിടെ എല്ലാം പ്രത്യേകിച്ച് എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ വന്നിട്ടുള്ള തമിഴ്നാട്ടിൽ നിന്ന് വന്നിട്ടുള്ളവരുണ്ട്. അതുപോലെ തന്നെ കൊച്ചി മേഖലയിൽ നിന്നും അതുപോലെ തന്നെ ട്രിവാൻഡ്രം മേഖലകളിൽ നിന്നൊക്കെ വന്നിട്ടുള്ളവരുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ആത്മീയ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് അന്ന് ഇത് സ്ഥാപിതമായത്. ഇന്നും വളരെ ആവേശപൂർവ്വം കുടുംബ കൂട്ടായ്മകളിലൂടെ ഇടവകയുടെ പ്രവർത്തനങ്ങളിൽ ആളുകൾ സജീവമായിട്ട് വിശ്വാസപൂർവ്വം പങ്കെടുക്കാനൊക്കെ ഈ മിഷണറിമാരുടെ, പുണ്യചരിതരായ മിഷണറിമാരുടെ പ്രേക്ഷിത പ്രവർത്തനം കാരണമായിട്ടുണ്ട്. അപ്പോൾ ആ കാലയളവിൽ പട്ടുമല ആശ്രമവും ഇതിനകത്ത് പ്രേക്ഷിത പ്രവർത്തനത്തിൽ ഈശോയുടെ രക്ഷ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നതിൽ പങ്കാളിത്തം വഹിച്ചിട്ടുണ്ട്. ഒരു 80 കാലഘട്ടത്തോടു കൂടിയാണ് ഇന്ന് കാണുന്ന ദേവാലയത്തിൻ്റെ ആദ്യകാലം, അതായത് നൊവേന കാര്യങ്ങളൊക്കെ തുടക്കമൊക്കെ കുറിച്ചത്. 94 പുതിയ ദേവാലയം ആശീർവദിക്കപ്പെട്ടത്. അതിൻ്റെ പണി പൂർത്തിയാകുന്നത് 94 ശേഷമാണ്. പിന്നീടാണ് കാലാകാലങ്ങളായിട്ടിപ്പോൾ വളരെ ആഡംബരപൂർവ്വം, ആഘോഷപൂർവ്വം, വിശ്വാസപൂർവ്വം ഇപ്പോൾ വിശുദ്ധ പട്ടുമല മാതാവിൻ്റെ തിരുനാളും നൊവേനയും എല്ലാം ആരംഭിക്കുന്നതും തുടർന്നുകൊണ്ട് പോകുന്നതും. അതുകൊണ്ട് ഇന്നും ആത്മീയമായ ഉണർവിന് അനേകം പേർക്ക്, പ്രത്യേകിച്ച് വളരെ ശാന്തമായ ഒരു സ്ഥലത്ത്, എനിക്ക് തോന്നുന്നത് സീ ലെവലിൽ നിന്ന് 1050 മീറ്ററോളം ഉയർന്ന സ്ഥലമാണ്. അപ്പോൾ സമുദ്രനിരപ്പിൽ നിന്ന് 2000-ഓളം അടി, 3000-ഓളം അടി ഉയർന്ന ഒരു സ്ഥലമാണ്. ആ പ്രദേശത്തിൻ്റെ ഒരു ഭംഗിയുണ്ട്. പിന്നെ തണുപ്പും മഞ്ഞും, പിന്നെ ദൂരെ നാട്ടിൽ നിന്നൊക്കെ വരുന്നവരെ സംബന്ധിച്ച് ഒത്തിരി ആനന്ദകരമായൊരു സാഹചര്യമുണ്ട്, ഒരു പശ്ചാത്തലമൊക്കെ ഉണ്ട്. പിന്നെ ഒത്തിരി അനുഗ്രഹത്തിൻ്റെ ഒരു ദേവാലയമായിട്ട് അത് ഇന്ന് വിജയപുരം രൂപതയിൽ നിലകൊള്ളുകയാണ്, ഫ്രാൻസിസ്കൻ ബ്രദേഴ്സിൻ്റെ നേതൃത്വത്തിൽ. അച്ഛാ, ഈ ഫ്രാൻസിക്കൻ ബ്രദേഴ്സിൻ്റെ ഇതൊക്കെ എങ്ങനെയാണ്, അവിടെ എങ്ങനെയാണ് തുടങ്ങിയത്, എന്താണ് അതിൻ്റെ ഡീറ്റെയിൽസ്? ഫ്രാൻസിസ്കൻ ബ്രദേഴ്സിന് കർത്താവിൻ്റെ വാക്കുണ്ടല്ലോ, നിങ്ങളെല്ലാവരും ബ്രദേഴ്സാണ്, ഇവരാരെയും പിതാവെന്ന് വിളിക്കരുത്. ഇടയായിലെ ജർമ്മൻകാരനായ ഞങ്ങളുടെ പൗലൂസ് മോറിറ്റ്സ്, പുള്ളി ഇന്ത്യയിലേക്ക് വന്ന് ഒരു അൽമായനായി തന്നെ ജീവിക്കണം എന്നാണ് ഇവിടുന്ന് ആഗ്രഹം. എന്നാൽ മിഷൻ പ്രവർത്തനം ചെയ്യണം. സുവിശേഷം ഇന്ത്യയിൽ എത്തിയിട്ടില്ല എന്നൊരു ചിന്ത അവർക്ക് അവിടെ കിട്ടി. അപ്പോൾ ആദ്യം ഐഡിയാൽ ഇദ്ദേഹം ഇവിടെ വന്ന് പല സഭകളും പറഞ്ഞ് ഒരു പ്രീസ്റ്റായാൽ എളുപ്പമല്ലേ, അദ്ദേഹത്തിനും പ്രീസ്റ്റ്ഹുഡ് വേണ്ട, ഇല്ലാതെ തന്നെ സുവിശേഷ വേല ചെയ്യാം. കാരണം പറഞ്ഞിങ്ങനെയാണ്, പ്രീസ്റ്റായ അന്നൊക്കെ ഹോസ്തി, വീഞ്ഞ്, പിന്നെ ഈ ഡ്രസ്സുകൾ ഇതെല്ലാം കൊണ്ടുനടക്കണം. നമുക്കതല്ല, നമുക്ക് കാട്ടിൽ പോയി മരത്തിൻ്റെ വീട്ടിലും കിടക്കാം, എവിടെയും കിടക്കാം, ഒന്നും നോക്കണ്ടല്ലോ. ഒരു നമുക്ക് സുവിശേഷം അറിയിച്ച് മുന്നോട്ട് പോകണം. അപ്പോൾ അങ്ങനെ അദ്ദേഹം സുവിശേഷ വേല ചെയ്തുകൊണ്ടിരുന്ന കൂടുതൽ ലോകമഹായുദ്ധങ്ങൾ വന്നു, 1ഉം 2ഉം ഒക്കെ വന്നു. 1901 തുടക്കം. ഈ യുദ്ധങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ ഇവരെല്ലാം ക്യാമ്പിലേക്ക്, ഈ പോലീസ് പട്ടാള ക്യാമ്പിൽ പിടിക്കപ്പെട്ടു. അവരെ ഒന്നിനും സമ്മതിച്ചില്ല. അങ്ങനെ വന്നപ്പം പലരും ഫോറിനിൽ നിന്ന് വിളിച്ചു പറഞ്ഞ്
പ്രീസ്റ്റ് വീട്ടിലേക്ക് നിങ്ങൾ ആളെ എടുക്കാം, അങ്ങനെ ആളെ കിട്ടും വേഗം. അന്നേരം പുള്ളി പറഞ്ഞില്ല, ഇത് എൻ്റെ കർത്താവിനെ വിളിച്ചിരിക്കുന്നത് അൽമായനായിട്ട് സുവിശേഷം അറിയിക്കുക. അപ്പം അങ്ങനെയാണ് നമ്മുടെ ഇന്ത്യയിലെ പല സ്ഥലത്തും കറങ്ങി നടന്നു. ഇപ്പോഴത്തെ കാണ്ടോ ഡയസിസ്, നാഗ്പൂർ, അന്ന് നാഗ്പൂർ ഡയസിസ് ഉണ്ട്, ഇവരുടേതായിരുന്നു, ഫ്രാൻസൈലിയൻ ഫാദേഴ്സിൻ്റെ ആയിരുന്നു. അപ്പോൾ ഫ്രാൻസൈലിയൻ ബിഷപ്പ് പറഞ്ഞു, നിങ്ങളിതുപോലെ പ്രവർത്തനം നടത്തിക്കോ, അത് ഒരു സഭയായിട്ട് രൂപപ്പെടും. അങ്ങനെ ഫ്രാൻസിസ്കൻ ബ്രദർഹുഡ് അവിടുത്തെ രൂപപ്പെട്ടു. അപ്പോൾ അദ്ദേഹം ഫ്രാൻസിസിൻ്റെ ഐഡിയൽസ് മാത്രം, ഫ്രാൻസിസ് ഇത് തന്നെയാണല്ലോ പറഞ്ഞത്, ഭൂമിയിൽ ആരെയും പിതാവെന്ന് വിളിക്കരുത്. അപ്പോൾ അദ്ദേഹത്തിന് ഫ്രാൻസിസിന് ഇതുപോലെ പല സഭക്കാരും വിളിച്ചു. അപ്പോൾ പുള്ളി പറഞ്ഞത്, എന്നെ എൻ്റെ ദൈവം വിളിച്ചപ്പോൾ ആരെയും അനുകരിക്കാനല്ല വിളിച്ചത്, എനിക്ക് ദൈവം കാണിച്ച വഴിന്ന് പോവുക. അല്ലെങ്കിൽ അന്ന് ഒരുപാട് പ്രബലമായ ഇതൊക്കെ ഉണ്ടായിരുന്നു, ഈ സഭക്കാരുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും ഫ്രാൻസിസ് വകവച്ചില്ല. ഗോഡ് ഗേവ് മീ ബ്രദേഴ്സ്. അപ്പോൾ എല്ലാവരും ഈ പുള്ളി ഞങ്ങളെ വിളിച്ചു. പിൽക്കാലത്ത് ഫ്രാൻസിസ്കൻ സഭയിൽ ബ്രദർഹുഡ് നിന്ന് പോയി അല്ലേ, ബ്രദർഹുഡ് നിന്ന്. അപ്പോഴാണ് ഞങ്ങളുടെ ഫൗണ്ടർ പൗലോസ് മോറിസ്, ഇതാണ് ഞങ്ങളുടെ ഫൗണ്ടർ. അപ്പോൾ അദ്ദേഹം ആ ബ്രദർഹുഡിനെ വീണ്ടും പുനരുജ്ജീവിപ്പിക്കണം. അദ്ദേഹത്തിന് ഒരുപാട് ഇങ്ങനെ പ്രീസ്റ്റ്ഹുഡിലേക്ക് പോകാൻ ഒരുപാട് പ്രലോഭനങ്ങളുണ്ടായിരുന്നു. പുള്ളി പിടിച്ചു നിന്ന്, ഇല്ല എന്നെ ദൈവം വിളിച്ചിരിക്കുന്നത് ഇതിനു വേണ്ടി മാത്രം, ഞാനത് കൃത്യമായിട്ട് നോക്കും. പഠനമൊക്കെ ഞങ്ങൾ 10 വർഷം പഠിക്കുന്നുണ്ട്. എന്നിട്ട് ഒരു ബ്രദറായിട്ടിരിക്കുന്ന ചലഞ്ചാണ് ഇന്നത്തെ ഈ സിറ്റുവേഷൻ, ഇന്ത്യൻ സിറ്റുവേഷനിൽ ഇതൊരു ചലഞ്ചാണ്. വളരെ ബുദ്ധിമുട്ടാണ്, പണ്ടും വരുന്നില്ല. കാരണം പേരൻസ് പോലും നിരുത്സാഹപ്പെടുത്തും. ഒരു കുട്ടി പോരാൻ ഇഷ്ടപ്പെട്ട് വന്നാൽ പോലും എന്നോട് 10 വർഷം പഠിച്ചിട്ട് പട്ടവും പോലും കിട്ടാതെ നീ കുറവാ ചൊല്ലുന്നില്ല, പിന്നെ ഞാൻ മരിച്ചാൽ നടക്കാൻ പോലും ഒക്കെ വരുന്നവന് പറ്റുന്നില്ല. അപ്പോൾ ഇത് ഞങ്ങൾക്കൊരു വലിയ ചലഞ്ചാണ്. ഫ്രാൻസിസ് പറയുന്നത് കയ്യിൽ കിട്ടുക, തരുന്ന കഴിക്കുക. ഒരു പല പ്രാവശ്യം ആദ്യമൊക്കെ പോയപ്പോൾ കുമാരനായിരുന്നല്ലോ, അവർ തമാശനെ വരുന്ന വിചാരിച്ച് തിന്നതിൻ്റെ വേസ്റ്റൊക്കെ ഇട്ട് കൊടുത്ത് അതെല്ലാം കൂടെ പുള്ളി വാരി തിന്നു. അങ്ങനെ പുള്ളി സ്വന്തം സെൽഫിനെ കീഴടക്കുന്ന ചരിത്രന്മാർ പറയുന്നത്. പുള്ളി അങ്ങനെ കീഴടക്കി. ഇത് തന്നെ സത്യത്തിൽ റിലീജിയസ് ലൈഫ് അതാ, ബ്രദർഹുഡ് അതാ. നമുക്ക് ജനറൽ പറയുന്നതാണ്, ഞങ്ങളുടെ ഫൗണ്ടർ പറയുന്നതാണ്, പലതിനെ കുറിച്ച് നമ്മൾ വേവലാതിപ്പെടേണ്ട ആവശ്യമില്ല. അന്നന്ന് രാവിലെ എഴുന്നേറ്റ് കർത്താവ് കാണിച്ചിരുന്ന വഴിയെ പോവുക. നിങ്ങൾ ഫ്രാൻസിസ്കൻ ഈ ചരിത്രം വായിച്ചിട്ടുണ്ട്. ഫ്രാൻസിസ് ഒരു കവല ചെന്ന് കഴിയുമ്പോൾ എങ്ങോട്ട് പോകണമെന്ന് ചോദിക്കുമ്പോൾ ഒരു ബ്രദറിനെ പിടിച്ച് കറക്കും. കണ്ണടച്ചുകൊണ്ട് ഞാൻ പറയും, കറക്കം നിൽക്കുമ്പോൾ ഏത് നിൽക്കാനവിടെ കണ്ണ് തുറക്കുന്നത് അങ്ങോട്ട് പോവുക എന്ന് പറഞ്ഞാൽ ദൈവം നമ്മൾ നിശ്ചയിക്കുന്ന പോലെയല്ല പോകേണ്ടത്, ദൈവം നിശ്ചയിക്കുന്ന വഴിയെ പോവുക. ഫ്രാൻസിസ്കൻ ബ്രദേഴ്സിനെ സംബന്ധിച്ചിടത്തോളം 1901 ഇവിടെ പൗലോസ് മോറിസ് ജർമ്മനിയിൽ നിന്ന് വന്ന് കേരളത്തിൽ, ഇന്ത്യയിൽ പ്രത്യേകിച്ച് പാവപ്പെട്ടവരുടെ ഇടയിൽ ദൈവവചന പ്രഘോഷണത്തിന് ഞങ്ങൾ അറിയപ്പെടുന്നത് തന്നെ പൈനറിങ് മിഷണറി ബ്രദേഴ്സ് എന്നാണ് അറിയപ്പെട്ടിരുന്നത് തന്നെ. അവിടെ മെയിനായിട്ട് പാവപ്പെട്ട പിള്ളേർക്ക് വിദ്യാഭ്യാസം കൊടുക്കുക, ദൈവവചനങ്ങളിൽ അവരെ ദൈവത്തോട് ചേർത്തുകൊണ്ട് ദൈവവചന പ്രഘോഷണ കാര്യങ്ങളിൽ ഉത്സുകരായി. അങ്ങനെ അനേക ഹൗസ് മിഷനുകൾ, പള്ളികൾ ഞങ്ങൾ സ്ഥാപിച്ചു, വിവിധ രൂപകൾക്ക് നൽകി. അങ്ങനെ 1965 പട്ടുമലയിൽ വന്ന് സ്ഥലം വാങ്ങിക്കുകയും 66 ബ്രദേഴ്സിന് ആവശ്യമായ ഈ ഭവനങ്ങളൊക്കെ പണിയുകയും അങ്ങനെ ആത്മീയവും ഭൗതികവുമായ ഉന്നമതിക്ക് വേണ്ടി ഇവിടുത്തെ ജനങ്ങളുടെ, കാരണം ഇവിടുത്തെ ജനങ്ങൾ വളരെ പാവപ്പെട്ട ജനങ്ങളായിരുന്നു. അതുകൊണ്ട് വിദേശ രാജ്യങ്ങളിൽ നിന്ന് കിട്ടുന്ന അന്ന് ഗോതമ്പും ഒക്കെ ഇവർക്ക് ഫ്രീ ആയിട്ട് നമ്മൾ കൊടുത്ത് അവരെ അതിനു വേണ്ടി സഹകരിപ്പിക്കുകയും ഈ ദൈവിക അനുഭവത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്തിരുന്നു. അങ്ങനെ കാലാകാലങ്ങളിൽ വിവിധ
സഹോദരങ്ങൾ ഇവിടെ വന്ന് ഈ മിഷൻ വേലകൾ ഞങ്ങൾ പ്രധാനമായിട്ട് 66 ഇവിടെ വന്ന് സ്ഥലം വാങ്ങിച്ച് ഏകദേശം 6 മിഷൻ സെൻ്ററുകൾ ഞങ്ങൾക്കിവിടെ ഉണ്ടായിരുന്നു. അവിടെ എല്ലാം വീടുകളിൽ ഞങ്ങൾ പോയി സുവിശേഷ വചനങ്ങൾ കൊടുക്കുകയും പ്രാർത്ഥനകൾ ഇവരെ പഠിപ്പിച്ച് ദൈവവചനത്തിലേക്ക് നമ്മൾ ദൈവത്തിൻ്റെ വിശ്വാസത്തിലേക്ക് ആഴമായിട്ട് കൊണ്ടുവരികയും ചെയ്യുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 1972 ബ്രദർ ഹിപ്പോളിറ്റസ് എന്ന വ്യക്തി ഇവിടെ വന്ന് ഇവിടുത്തെ സുപ്പീരിയറായിട്ട് ചാർജ് എടുക്കുകയും അങ്ങനെ അദ്ദേഹം പരിശുദ്ധ അമ്മയുടെ നിത്യസഹായ മാതാവിൻ്റെ നൊവേന തുടങ്ങുകയും താഴെ ഒരു കുരിശടി ഏകദേശം 68 കാലഘട്ടത്തിൽ പണിത് അവിടെ നിത്യസഹായ മാതാവിൻ്റെ നൊവേന തുടങ്ങുകയും അങ്ങനെ ആൾക്കാരെ ദൈവത്തിലേക്ക് അടിച്ചപ്പോഴത്തേക്കും അദ്ദേഹത്തിന് മനസ്സിലായി ഇവിടെ തമിഴ് വംശജർ കൂടുതലുള്ളവരോട് വേളാങ്കണ്ണി മാതാവിനോട് ഭക്തി കൂടുതൽ അവർക്കുണ്ടെന്ന് മനസ്സിലാക്കുകയും 1978 അതിനുള്ള പ്രവർത്തനങ്ങൾ വേളാങ്കണ്ണി മാതാവിൻ്റെ രൂപത്തെ കൊണ്ടുവരാനായിട്ട് നമ്മുടെ രൂപതാധ്യക്ഷനെ കൊർണേലിയസ് പിതാവായിരുന്നു ഇവിടെ വിജയവരം രൂപത അധ്യക്ഷന്, പിന്നെ ഞങ്ങളുടെ പ്രൊവിൻഷ്യൽ ജനറൽ ഇവരെയൊക്കെ സമീപിച്ച് അതിനുള്ള അനുവാദം എല്ലാം വാങ്ങിച്ച് 1981 ഏപ്രിൽ മാസം 10-ാം തീയതിയാണ് പരിശുദ്ധ അമ്മയുടെ രൂപം ഇവിടെ സ്ഥാപിതമായിരിക്കുന്നത്. അത് വേളാങ്കണ്ണിയിൽ നിന്ന് ട്രെയിൻ മാർഗം വിജയവരം രൂപതയുടെ അരമനയിൽ കൊണ്ടുവരികയും അവിടെ നിന്ന് അത് റോഡ് മാർഗം പ്രദർശനമായിട്ട് പരിശുദ്ധ അമ്മയുടെ രൂപം ഏപ്രിൽ 10-ാം തീയതി ഇവിടെ നിന്ന് റോഡ് മാർഗത്തിൽ പരിശുദ്ധ അമ്മയുടെ രൂപം ദർശിച്ചവർക്കും പ്രാർത്ഥിച്ചവർക്കൊക്കെ ഒത്തിരി പേർക്ക് പരിശുദ്ധ അമ്മയുടെ അനുഗ്രഹവും അതുപോലെ അത്ഭുതങ്ങളും ഒക്കെ കിട്ടിയ ആൾക്കാർ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അങ്ങനെയാണ് ഇവിടെ ആദ്യമേ ഇത് തുടരാനുള്ള കാരണം. പട്ടുമലയിൽ മാതാവ് എത്രത്തോളം നമ്മുടെ ഈ സമൂഹത്തെയും അച്ഛനെയും സ്വാധീനിച്ചിട്ടുണ്ട് എന്നുള്ളത് ഇവിടെ എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ പേഴ്സണലായിട്ട് പറഞ്ഞാൽ ഞാൻ ഒരു പ്രത്യേകമായിട്ട് പരിശുദ്ധ അമ്മയുടെ അനുഗ്രഹത്താൽ ഇവിടെ വന്നൊരു വ്യക്തിയാണ്. കാരണം 1981 ഏപ്രിൽ മാസം 10-ാം തീയതി പരിശുദ്ധ അമ്മയുടെ രൂപം ഇവിടെ സ്ഥാപിക്കുമ്പോൾ അതിന് സാക്ഷ്യം വഹിക്കാൻ പറ്റിയൊരു വ്യക്തിയാണ് ഞാനന്ന് പോസ്റ്റലൻ്റാണ്. ഇവിടെ ഞങ്ങളുടെ സ്റ്റഡി സമയം ഇവിടെ പോസ്റ്റലായിട്ട് ഏപ്രിൽ 1-ാം തീയതി ഞങ്ങളിവിടെ വരുന്നു. അതുപോലെ അമ്മയ്ക്ക് ഗാനപ്പി പിടിച്ചുകൊണ്ട് വിൽക്കാനായിട്ടും അമ്മയുടെ ആ രൂപത്തിനൊപ്പം ചാരി നിൽക്കാനൊരു ഭാഗ്യം കിട്ടി. അതിനുശേഷം 10 വർഷം തികഞ്ഞപ്പോൾ 92 എന്നെ ഇവിടെ ലോക്കൽ സുപ്പീരിയറായിട്ട് എൻ്റെ ചെറുപ്പകാലത്ത് തന്നെ ഇതിൻ്റെ ലോക്കൽ സുപ്പീരിയറായിട്ട് എന്നെ നിയമിക്കുകയും പരിശുദ്ധ അമ്മയുടെ ആ ഭക്തിയും വണക്കവും ഒത്തിരി ജനങ്ങളിലേക്ക് കൊടുക്കുവാനായിട്ട്. അന്ന് പഴയ ചാപ്പിലാണപ്പോൾ നിറച്ച ആൾക്കാരാണ് ആ വരാന്ത അതുപോലെ അതിൻ്റെ പുറത്തുള്ള സ്ഥലങ്ങളിലൊക്കെ. അതുപോലെ ഇവിടെ വരുന്ന ആൾക്കാർ മക്കളില്ലാത്തവർക്ക് ഇഷ്ടം പോലെ മക്കളെ കൊടുത്തിട്ടുണ്ട് പരിശുദ്ധ അമ്മ. അതുപോലെ രോഗസൗഖ്യം കൊടുത്തിട്ടുണ്ട്. അതേപോലെ ജോലി ലഭിക്കാണ്ട് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് അല്ലെങ്കിൽ ഇവിടെ ജോലിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണമെന്ന് ഇഷ്ടം പോലെ ആൾക്കാർക്ക് ജോലി പരിശുദ്ധ അമ്മയുടെ അനുഗ്രഹത്തിൽ അവർക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അമ്മയുടെ ഒരു പ്രസൻസ് ഇവിടെ ഭയങ്കര. അതുപോലെ ഇവിടെ വരുന്ന ഒത്തിരി ജനങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്, അച്ഛാ ഇപ്പം ഈ എലഞ്ഞിമരത്തിനെ ചൂട്ടി കയറുമ്പോഴത്തേക്ക് ഒരു പ്രത്യേക അനുഭൂതി അവർക്ക് ശരീരത്തിലൊരു പിരിവിരിപ്പ് പോലെ ഇങ്ങനെ അനുഭവപ്പെടുന്നുണ്ടെന്ന് ഒത്തിരി പേര് സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഗ്രോട്ടോയിൽ പോയി അവിടെ 2 പേര്, ഒരാളിപ്പോൾ അങ്കമാലി SBI ബാങ്കിലെ അസിസ്റ്റൻറ്റ് മാനേജറായിട്ട് ഇപ്പോൾ ഇവിടുന്ന് സ്ഥലം മാറിപ്പോയതാണ്. പുള്ളി എന്നോട് പറഞ്ഞിട്ടുണ്ട് പുള്ളിക്ക് ഈ സുഗന്ധം നല്ല മുല്ലപ്പൂവിൻ്റെ മണം. അപ്പം പുള്ളി ഇവിടെ എല്ലാവരും നോക്കുമെന്ന് പറഞ്ഞു, ഇവിടെ എവിടെയും മുല്ലപ്പൂ എന്ന് വെച്ചാണ്. ഇതൊന്നുമില്ല, പുള്ളിക്ക് ഒരു 5-6 പ്രാവശ്യം അനുഭവപ്പെട്ടെന്ന് പറഞ്ഞു. പുള്ളി അവിടെ പോയി രാത്രി ഇത് പ്രാർത്ഥിക്കും വൈകുന്നേരങ്ങളിൽ. അപ്പോൾ അങ്ങനെ ആ മാതാവിൻ്റെ സുഗന്ധം പുള്ളി അനുഭവിക്കുന്നതെന്ന് എന്നോട് പറഞ്ഞു. പിന്നെ പുതിയ പള്ളി തുടങ്ങിയത് ഏകദേശം 10 വർഷത്തോളം എടുത്തു. 10 വർഷം 11 വർഷം എടുത്തു. 97 ഡിസംബർ 8-ാം തീയതിയാണ് പുതിയ പള്ളിയുടെ വെഞ്ചിരിപ്പും പരിശുദ്ധ അമ്മയുടെ രൂപം പഴയ ചാപ്പലിൽ നിന്ന് പുതിയ പള്ളിയിലേക്ക് മാറ്റുകയും ചെയ്തിരിക്കുന്നത്. ഭയങ്കര ജനാവലിയുടെ സാന്നിധ്യം. അന്ന് ഈ നാട് കണ്ടില്ലാത്തൊരു ജനവലിയായിരുന്നു അന്ന്. ഇവിടെ ഇത് എടവപ്പള്ളിയല്ല. എടവപ്പള്ളി പാമ്പനാട് തിരുഹൃദയ ദേവാലയമാണ്. ഇത് ഫ്രാൻസിസ്കൻ ബ്രദേഴ്സിൻ്റെ സ്ഥലത്ത് ഫ്രാൻസിസ്കൻ ബ്രദേഴ്സ് തന്നെ വെച്ചിരിക്കുന്ന ഒരു തീർത്ഥാടന കേന്ദ്രമാണ്. ഇതിൽ നമുക്ക് 1982 കൂടിയെങ്ങാനാണ് പരിശുദ്ധ ജോൺ ബോൾ മാർപ്പാപ്പയുടെ സമയത്താണ് നമുക്ക് തിരുവെഴുത്ത് വഴി ഇതൊരു പരിശുദ്ധ അമ്മയുടെ ഈ സ്ഥലത്തെ പേര് ഉപയോഗിച്ചുകൊണ്ട് പട്ടുമല മാതാവ്
എന്ന് നമുക്ക് നാമകരണം ചെയ്യാമെന്നും അതുപോലെ ഈ പരിശുദ്ധ പട്ടുമലയമ്മയുടെ ഭക്തി പ്രചരിപ്പിക്കുവാനും അത് പ്രസംഗിക്കുവാനുമായിട്ട് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയാണ് നമുക്ക് അനുഭവം തന്നിരിക്കുന്നത്. അന്നു മുതലാണ് ഇത് കൂടുതലായിട്ട് നമുക്ക് ഇത് എടവപ്പള്ളിയല്ല, ഒരു തീർത്ഥാടന കേന്ദ്രം മാത്രമാണ്. നിന്റെ തളർച്ചയിലൊന്നു ചേരാൻ നിന്നെ താരാട്ടു പാടിയുറക്കാൻ ഇതാ